കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയൊരു സംഭവമാണ് കേട്ടത്. അപ്പം നമുക്കിതാ മീഷോന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായിട്ട് ഉണ്ടോ? ആർക്കെങ്കിലും മനസ്സിലായവരുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചപ്പാത്തി പരത്തി ഇതുമാതിരി കുഴക്കാനൊക്കെ പറ്റുന്നൊരു ഷീറ്റാണ് കേട്ടോ. സംഭവം ഇത് ഞാൻ കുറേ ആയി കാണുന്നങ്ങനെ, പിന്നെ എന്താ പറയുക, ഓരോരുത്തരുടെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ കാണാറുണ്ട്. പിന്നെ അതുമല്ല, നമ്മൾ മീഷോയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്തും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വാങ്ങി നോക്കണം എന്ന് എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്. അപ്പം ഞാനും ഒന്ന് വാങ്ങിയിട്ടോ. ഇതിന് 115 രൂപ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വന്നപ്പോൾ ഒരു 5-6 ദിവസമായിട്ടോ നമ്മൾ പിന്നെ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനൊന്ന് അതേപോലെ ഒന്ന് നിവർത്തി വെക്കണം കേട്ടോ. ഒട്ടി പിടിച്ചിട്ടുണ്ട് ഇത്. അതേപോലെ ഒന്ന് വേർപെടുത്തി എടുക്കണം കേട്ടോ. ഇത് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഷീറ്റ് കേട്ടോ. കുറച്ചൊരു കട്ടിയൊക്കെയുള്ള നന്നായിട്ടുള്ളൊരു ഷീറ്റ്. നമ്മൾ ഈ കുട്ടികളെയൊക്കെ ചെറിയ മൂത്രമൊക്കെ ഒഴിക്കുന്ന കുട്ടികളുണ്ടല്ലോ, കുട്ടികളൊക്കെ കിടത്തുന്ന ഒരു ഷീറ്റില്ലേ, അതിനേക്കാളും കുറച്ചുകൂടി ഒരു കട്ടി കൂടിയൊരു ഷീറ്റ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചതിൽ ഇങ്ങനെ പ്രിൻ്റ് മാതിരിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളകി വരുന്നുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ടൈൽസിൻ്റെ മേലെയാണല്ലോ, തിണ്ടിന് സ്ലാബിൻ്റെ മേലെ വെക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ സ്ലിപ്പായി പോവാതെ നിന്നാൽ മതി കേട്ടോ. നമ്മളിനി ഉണ്ടാക്കുന്ന സമയത്തെ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾ വന്നപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് കണ്ടപ്പോൾ അവർക്ക് അത് തുറന്ന് കണ്ടേ തീരും കേട്ടോ. അങ്ങനെ ഞാനത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഉച്ചയായപ്പോൾ വന്നതാണ്. അപ്പോൾ വൈകുന്നേരം അവർ വന്നപ്പോൾ അത് തുറന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം. അങ്ങനെ ഇത് ഒന്ന് മടക്കി ഞാൻ അതേപോലെ എടുത്തു വെക്കാം കേട്ടോ. കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുറേ ആയി ഒരു പൂതി അട ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ചക്കയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയാണല്ലോ. ഇനിയിപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ മേലോട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും കിട്ടിയ സമയത്ത് നമ്മൾ അട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഉള്ള ചുളകളൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചുള ഇരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുകൾ ഭാഗമൊക്കെ ഞാൻ തുറന്ന് വെച്ചിട്ട് നാശമായി തുടങ്ങിയിട്ടോ. അപ്പം അടിയിലുള്ള ചുളകളൊന്നും ഇരുന്നായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗോതമ്പ് മാവാണ് കേട്ടോ എടുക്കുന്നത്. ഗോതമ്പ് മാവിലേക്ക് ശർക്കര പാനിയാക്കി ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിൽ പിന്നെ ചക്ക പേസ്റ്റും കൂടി ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമ്മുടെ പട്ടൻ്റെ ഇല ഉണ്ടല്ലോ, പട്ട ഗ്രാമ്പൂ എന്നൊക്കെ ഉള്ളതിൻ്റെ കറുവപ്പട്ടൻ്റെ ഇലയിൽ നന്നായിട്ട് അടൻ്റെ ഷേപ്പിലാക്കിയിട്ട് ആവിയേറ്റി വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ഒഴിക്കുക, അതിൻ്റെ ആ ഒരു വെള്ളം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ആ ഒരു മധുരവും ചക്കൻ്റേതായ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ ആ ഒരു വെല്ലവും ചക്കയും മാത്രം മതി കേട്ടോ. വെള്ളം ആക്കരുത്. ഞാനിതാ ഇതേപോലെ പിന്നെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഇല കുറച്ച് വീതി കുറവാണ്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കേട്ടോ. ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഞാനിതാ ഇതേപോലെ മടക്കിയിട്ട് അതിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ, ആ തണ്ട് ചെറുതായിട്ടൊരു ഹോൾസ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ പിൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമാണ്. കുഴക്കുകയോ വാട്ടുക അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കയ്യിലൊരു തുള്ളിയും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ആ ചൂടുള്ള ബെല്ലാണ് നമ്മളതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂടാറുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയി കിട്ടും. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ.
പിന്നെ വേണമെങ്കിൽ ലേശം എണ്ണയോ കുറച്ച് വെള്ളം എന്തെങ്കിലും കൂടിയെന്നുണ്ടെങ്കിൽ വെള്ളമോ എണ്ണയോ എന്തെങ്കിലും ആക്കിയാൽ മതി. നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് കണ്ടില്ലേ, ഞാനിതേപോലെ എന്താ പറയുക ഒരു കൂട് മാതിരി ആക്കിയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. നല്ലതാണ്, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളതുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ട് ചക്കൻ്റെ സീസൺ കഴിയുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു ഉണ്ടാക്കി കഴിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ തോന്നുമല്ലോ. ചക്കയൊക്കെ വെറുതെ താഴെ വീണ് നാശമായി പോകുന്ന ഒരു ഇതാണ് എല്ലായിടത്തും കാണാറുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ നാശമാക്കി കളയുന്നതിന് നല്ലത് നമുക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ സ്നാക്സ് മാതിരി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, ആവിയിലായതുകൊണ്ട് കുട്ടികൾക്ക് ദോഷവുമില്ല, അവർക്ക് വിശപ്പ് മാറിക്കോളും. അങ്ങനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു ഇഡ്ഡലി പാത്രത്തിൽ ഇതേപോലെ ആവിയേറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുണ്ടല്ലേ, ഇലയൊക്കെ നന്നായിട്ട് അതിൽ ഒട്ടിപ്പിടിച്ച് അതിൻ്റെ ആ ഇലക്ക് നന്നായിട്ടൊരു സ്മെല്ലും അതിൻ്റേതായൊരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിതിലേക്ക് കിട്ടും. ആ ഒരു പിന്നെ ചെമ്പ് നമുക്ക് തുറക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഇലൻ്റെതും ആ ഒരു ചക്കൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലാണ് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ വരിക. നന്നായിട്ടിപ്പോൾ എന്താ പറയുക, കഴിക്കാൻ ഭയങ്കരമായിട്ട് പൂതിയാവും കേട്ടോ.